السلام عليكم ورحمة الله. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. നമ്മുടെ കുറച്ച് ദിവസമായി നടക്കുന്ന സൂറത്തുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിൽ നിന്ന് ഒന്ന് രണ്ട് പേര് പങ്കുവച്ച ഒരു വിഷയം പറഞ്ഞു തുടങ്ങും. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യഥാർത്ഥ പ്രവാചകനാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിശ്വസിച്ചവർ യഥാർത്ഥ മുസ്ലിമീങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ അവരെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ എന്നൊരു പരാമർശം നടത്തുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്നാണ് ഒന്ന് രണ്ട് പേര് സംസാരിച്ചൊരു വിഷയം. എല്ലാ പ്രവാചകന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ ഹിദായത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചകന്മാരുടെ എണ്ണം എത്രയാണെന്ന് കൃത്യമായി നമുക്കറിയില്ല. ധാരാളം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രവാചകന്മാരാണ് മൂസാ നബിയും ഈസാ നബിയും എല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനാണ്. മുമ്പ് കുറേ പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയാണ് ഞാൻ. പ്രവാചകന്മാർ മുമ്പ് വന്നവരെ എല്ലാവരെയും കൂടെ ഒരു വലിയ നല്ല സുന്ദരമായ ഒരു ബിൽഡിങ്ങിനോട് ഉപമിച്ചാൽ അതിൽ ഒരു ഇഷ്ടിക മാത്രം വെക്കാൻ ബാക്കിയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിൻ്റെ ഒരു പോരായ്മ മാത്രം അവിടെ കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ. അതോടുകൂടി അതിൻ്റെ ആ സുന്ദരമായ കെട്ടിടത്തിൻ്റെ പൂർണ്ണത എത്തിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യം ഇസ്ലാം തന്നെയാണ്. ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാണ്, ഞാനൊരു ആദ്യ പ്രവാചകനല്ല, ഞാനൊരു പ്രവാചകന്റെ അവസാനമാണ്, അതിൻ്റെ സമാപ്തിയാണ് ഞാൻ. വമാ അദ്രി മാ യുഫ്അലു ബി വലാ ബികും ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ വമാ അന ഇല്ലാ നദീറും മുബീൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ഒരുപാട് ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു മുൻകാല പ്രവാചകന്മാരെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അന ഔലന്നാസി ബിഈസ ഇബ്നു മറിയം ഫിദ്ദുനിയ വൽ ആഖിറ. വിശേഷിച്ചും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈസ നബിയുമായിട്ട് ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടയാളാണ്. അന ഔലന്നാസി ബിഈസ ഇബ്നു മറിയം ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലാണെങ്കിലും ഈ ലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും ഈസയുമായിട്ട് അലൈഹിസ്സലാം ഞാൻ ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട ആളാണ്. പ്രവാചകന്മാരെല്ലാം ഒന്ന് തന്നെയാണ്, അവരുടെ ദീനും ഒന്ന് തന്നെയാണ്. അവരുടെ മാതാപിതാക്കൾ വ്യത്യസ്തമാണെന്ന് മാത്രം. അവരുടെ ദീൻ ഒന്നാണ്, പ്രവാചകന്മാരൊന്നാണ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ, അല്ലാഹു തആല പറയാം, ശറഅ ലക്കും മിനദ്ദീനി, നിങ്ങൾക്ക് നാം നിയമമാക്കിയത്, മാ വസ്സാ ബിഹി നൂഹ, നൂഹിന് കൊടുത്ത അതേ വസിയത്ത് തന്നെ, നൂഹിന് കൊടുത്ത അതേ റിസാലത്ത് തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിമ വമൂസ വഈസ അൻ അഖീമുദ്ദീൻ. ഈ പറയപ്പെട്ട എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ സന്ദേശം തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യത്തെ വഹി വരുന്നതിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കൽ കൊണ്ടുവന്നുണ്ട്. ജൂത പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. സംഭവങ്ങളൊക്കെ കൃത്യമായി കേട്ടതിന് ശേഷം വറഖത്ത് പറഞ്ഞ ഇങ്ങനെയാണ്, ഇത് ഹാദൻ നാമൂസ് അല്ലദീ നസ്സലല്ലാഹു അലാ മൂസ, നിന്റെ അടുക്കലേക്ക് വന്നത് മൂസാ നബിക്ക് അല്ലാഹു തആല നിയോഗിച്ച
ജിബ്രീൽ എന്ന മലക്കാണ് എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറയുന്നു. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, താങ്കൾക്ക് വന്ന ഈ സന്ദേശവും മൂസാ നബിയുടെ സന്ദേശവും ഇതെല്ലാം ഒരേ സോഴ്സിൽ നിന്നും ഒരേ സ്രോതസ്സിൽ നിന്നുള്ളതാണ്, തമ്മിലൊരു വ്യത്യാസമില്ല എന്ന് മുൻകാല വേദഗ്രന്ഥത്തെക്കുറിച്ച് നല്ല പാണ്ഡിത്യമുള്ള അദ്ദേഹം പറയുന്നു. അതുപോലെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ജൂതനായിരുന്നു, ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മാത്രയിൽ മനസ്സിലായി റസൂലിന് ഇത് അന്ത്യപ്രവാചകനാണ്. അത്രമേൽ കൃത്യമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ പരാമർശിക്കപ്പെട്ടു. മൂസ നബിയെക്കുറിച്ചും ഈസ നബിയെക്കുറിച്ചും ഖുർആനിലും പരാമർശിക്കപ്പെട്ടു. ഇങ്ങനെ പരസ്പരം ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടുള്ള പ്രവാചകന്മാരാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ നുബുവത്തോടുകൂടി റിസാലത്തോടുകൂടി മറ്റ് മുഴുവൻ റിസാലത്തുകളും അസ്ഥിരപ്പെട്ടു എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. മുഹൈമിനൻ അലൈഹി, മുൻകാല വേദഗ്രന്ഥത്തിന്റെ മേൽ അതിനെയൊക്കെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് വന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശ്വസിച്ചവർ, യഥാർത്ഥമായി ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത് ആ ദീനിനെ വിശ്വസിച്ചവർ ആ കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങൾ തന്നെയാണ്. ഒരഭിപ്രായ വ്യത്യാസവും തർക്കവും ആ കാര്യത്തിലില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസത്ത്, അള്ളാഹു മൂന്നിൽ മൂന്നാമനാണെന്ന് പറഞ്ഞവർ നിഷേധികളാണ്, അള്ളാഹനെ നിഷേധിച്ചവർ. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് മസീഹ് ഇബ്നു മറിയമാണെന്ന് പറയുന്നവർ നിഷേധികളാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലും ക്രിസ്തു മതത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ വിശ്വാസപരമായ വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞതാണ്. ഖുർആൻ അത് പരാമർശിച്ചു കഴിഞ്ഞതുമാണ്. പിൽക്കാലത്ത് എന്തെങ്കിലും ഉണ്ടായ ഒരു കാര്യമല്ലത്. വിശുദ്ധ ഖുർആൻ 3 എന്ന വിശ്വാസത്തെ കൃത്യമായി ഖണ്ഡിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഈസ നബി അള്ളാഹു ആണെന്നുള്ള വിശ്വാസത്തെയും ഖണ്ഡിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഇത് ക്രിസ്തീയ സമൂഹത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ വെച്ച് കെട്ടുന്ന ഒരു ആരോപണമൊന്നുമല്ല, അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നതാണ് ദൈവം എന്ന് അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യം. വെച്ച് കെട്ടി പറഞ്ഞ് അവരെ പിഴച്ചവരാണ് എന്ന് അധിക്ഷേപിക്കുന്നതല്ല. ഇപ്പൊ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് വെച്ച് കെട്ടി പറഞ്ഞ് പലതും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത് ഒരു വലിയ നാസ്തികന്റെ പ്രഭാഷണം കേട്ടു. ഏറ്റവും വലിയ വിഗ്രഹാരാധകർ മുസ്ലിങ്ങളാണ്. എന്താ ചെയ്യുക? ഏറ്റവും വലിയ വിഗ്രഹാരാധകർ മുസ്ലിങ്ങളാണ്. കാരണം കഅബയിലുണ്ട് ഒരു കല്ല് എന്നാ പറയും. ഇങ്ങനെ വെച്ച് കെട്ടി ആരോപിച്ച് സായുജ്യമടയുന്ന ഇസ്ലാം വിമർശകരുണ്ട്. ഇത് അത്തരത്തിലുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ വിഗ്രഹാരാധനയുടെ എത്രയോ ഇനങ്ങൾ കാണാം. എല്ലാ തരത്തിലുള്ളതുണ്ട്. വ്യക്തിപൂജകളുണ്ട്, വിഗ്രഹപൂജകളുണ്ട്, മനുഷ്യൻ അർപ്പിക്കുന്ന പൂജകളുടെ അനേക രൂപങ്ങളുള്ള ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ഒരാൾ പറയാണ് ഏറ്റവും വലിയ വിഗ്രഹാരാധകർ മുസ്ലിങ്ങളാണെന്ന് പറയണമെങ്കിൽ എത്ര വലിയ സത്യസന്ധനാണ്, അല്ലേ? എത്ര കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്ന് നമുക്കത് ഇത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ച് അവര് ഈ ഒരു വിശ്വാസത്തിൽ നിന്നും ഏകദൈവത്വത്തിൽ നിന്നും അവര് വ്യതിചലിച്ചു എന്നുള്ളത് അവര് തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ അവരെ സംബന്ധിച്ച് ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, അവര് നിഷേധികളാണെന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞു. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു. നമ്മൾ ഈ സൂറത്തുൽ കഹ്ഫിനെ സംബന്ധിച്ചുള്ള വിശദീകരണം പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്.
പക്ഷേ അസ്ഹാബുൽ കഹഫിനെ സംബന്ധിച്ച് പറഞ്ഞിടത്തെല്ലാം വിശ്വാസികൾ എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഒരിടത്തും ക്രിസ്തീയ സമൂഹം എന്ന് നമ്മൾ പറഞ്ഞിട്ടേയില്ല. എല്ലായിടത്തും വിശ്വാസികൾ, വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നാട് വിട്ടുപോയവർ. അതിന്റെ തുടക്കത്തിൽ തന്നെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികൾ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ വിഷയം പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ചുരുക്കത്തിൽ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന കഹ്ഫിൽപ്പെട്ട ആൾക്കാര് ഈസ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികൾ തന്നെയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് നിലവിലുള്ള ക്രിസ്ത്യാനികൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഇസ്ലാം സ്വീകരണം, അല്ലെങ്കിൽ റോമ ചക്രവർത്തിയുടെ ഇസ്ലാം സ്വീകരണവും അതുപോലുള്ള ചില കാര്യങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അത് ക്രിസ്ത്യാനി എന്ന പദപ്രയോഗം തന്നെയാണ് അതിന്റെ ശരി. പക്ഷേ ഗുഹാവാസികളെ സംബന്ധിച്ച് പറയുന്നിടത്ത് യഥാർത്ഥ മുസ്ലിമീങ്ങളായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ യഥാർത്ഥ തൗഹീദിനെ അംഗീകരിച്ച വിശ്വാസികൾ എന്ന പദപ്രയോഗവുമാണ് ശരി. ആ നിലയിലാണ് നമ്മൾ ഈ വിഷയം ഇതുവരെ പറഞ്ഞിട്ടുള്ളത്, പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ വാക്കുകൾ ഒരു വസ്വാസായി മാറേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് രണ്ട് പേര് ഈ വിഷയം സംസാരിച്ചതുകൊണ്ടാണ് ആ വിഷയമെന്ന് വ്യക്തമാക്കിയത്. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനം ഒരായത്ത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ്. ഈ ആൾക്കാരുടെ എണ്ണം എത്രയായിരുന്നു എന്ന കാര്യത്തിലുള്ള പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അല്ലാഹു തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ലാസ്റ്റ് ഇടയിൽ പറയുന്നൊരു വിഷയം റജ്മൻ ബിൽ ഗൈബ്. ഒന്നും അറിയില്ല, വെറുതെ പറയുക. മനസ്സിൽ വരുന്ന തോന്നലുകളെല്ലാം വലിയ എന്തോ അറിവാണ് എന്ന് വിചാരിച്ച് പറഞ്ഞ് പിന്നെ അതിൻ്റെ മേൽ വർത്തമാനം പറഞ്ഞ് തർക്കിച്ച് അതങ്ങനെയാണെന്ന് സ്ഥാപിക്കുന്ന മനുഷ്യന്റെ ഒരു പ്രകൃതമുണ്ട്. അത്തരം പ്രകൃതം അന്നത്തെ കാലത്തിന്റെ മാത്രം സ്വഭാവമൊന്നുമല്ല, ഇന്നും ആ പ്രകൃതം മനുഷ്യനുണ്ട്. ഒരു കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി അറിയില്ലെങ്കിലും ധാരണയിൽ പറഞ്ഞു തുടങ്ങും. തുടങ്ങിയിട്ട് അഭിപ്രായ വ്യത്യാസമായാൽ പിന്നെ തർക്കം അങ്ങനെ കൊഴുക്കും. റജ്മൻ ബിൽ ഗൈബ്. ഒന്നും അറിയില്ല, വെറുതെ പറഞ്ഞ് തർക്കിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന വാക്കുകൾ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാകണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടത് മുഴുവൻ പറയാനുള്ളവരല്ല. ഇൻ ജാഅകും ഫാസിഖുൻ ബിനബൈൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹു തആല പറയാണ്, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബൈൻ. നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നൊരു വിവരം പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ അതപ്പോൾ തന്നെ അടുത്ത ആളോട് പറയരുത്. നിങ്ങൾ അത് വെച്ച് പെരുമാറുകയും ചെയ്യരുത്. അത് നിങ്ങളുടെ ഒരു നിലപാടായി എടുക്കുകയും ചെയ്യരുത്. ഫതബയ്യനു, നിങ്ങൾ അതിൻ്റെ വസ്തുത അന്വേഷിക്കുക. ഫതബയ്യനു, അങ്ങനെ നിങ്ങൾ അതിൻ്റെ വസ്തുത അന്വേഷിച്ചില്ല എങ്കിൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് പിന്നെ ഖേദിക്കേണ്ടതായിട്ട് വരും. ഞാൻ അദ്ദേഹം അന്നേരം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതങ്ങനെ പറഞ്ഞു പോയതാ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയതാ എന്നൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഖേദിക്കേണ്ടതായിട്ട് വരും. ഒരു കാര്യത്തിൽ നമ്മൾ ഒരു വിഷയം പറയുകയാണെങ്കിൽ ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾ പറയരുതേ. കാരണം നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ അവയവങ്ങൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ പറഞ്ഞത് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മറുപടി പടച്ചവനോട് പറയേണ്ടി വരും. ഇല്ലാത്തത് കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും നടപടി എടുക്കുകയോ
അത് വെച്ച് നിങ്ങൾ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾ പടച്ചവന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. ഇന്നിപ്പോ ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിരനിരയായി വീഡിയോകളാണ്. ഓരോരുത്തർ അതിനെക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഓരോ സംഭവങ്ങളും നമുക്ക് കേട്ടാൽ അറിയാം, വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. 1000 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുകയും മറ്റുള്ളവരെ സംബന്ധിച്ച് അബദ്ധ വിചാരങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് എവിടെ വരെ എത്തുന്നു എന്ന് വെച്ചാൽ ഓരോ മനുഷ്യന്റെയും അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വർത്തമാനം പറയുന്നതിന് പോലും ഒരു മടിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മനുഷ്യരങ്ങനെയായി മാറി. പൊതുവായ മീഡിയകൾ, സോഷ്യൽ മീഡിയകൾ ഒരു വരുമാന മാർഗമായി കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ മൂല്യബോധം എല്ലാം തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടിടത്താണ് കാര്യം. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ അവനവന്റെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് അത് പ്രചരിപ്പിച്ച് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യനെ നാണം കെടുത്തുന്ന പരിപാടി ഇന്ന് വ്യാപകമായി മാറിയിരിക്കും. അതിനുവേണ്ടി ആവശ്യത്തിന് വീഡിയോയും കിട്ടും, മറ്റെല്ലാ കാര്യങ്ങളും കിട്ടും. അതിലൂടെ ജീവിക്കുക. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ചെയ്യരുത് എന്ന് അല്ലാഹു തആല പറയാം. നിങ്ങളൊരു കാര്യം പറയണമെങ്കിൽ അതൊരു വ്യക്തിയെക്കുറിച്ചാകട്ടെ, എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചാകട്ടെ, എന്തുമാകട്ടെ, നിങ്ങളൊരു കാര്യം പറയുകയാണെങ്കിൽ വസ്തുതാപരമായി സംസാരിക്കൂ. അറിയാത്ത കാര്യങ്ങൾ വിടൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബനൂ മുസ്തലഖ് യാത്ര കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഒരു വളരെ ഗൗരവമായ അപവാദ പ്രചരണം ഉണ്ടായത്. സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ വിശദമായിട്ട് പറയുന്നുണ്ട്. അന്ന് സ്ത്രീകൾക്ക് വളരെ ഭാരം കുറവാണ്, അതുകൊണ്ട് സ്ത്രീകൾ ഒട്ടകക്കട്ടിലുണ്ടോ ഇല്ലയോ എന്നൊന്നും അതെടുത്ത് പൊക്കുന്ന ആൾക്ക് മനസ്സിലാകില്ല. സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് പ്രത്യേകമായ ഒരു ഒട്ടകക്കട്ടിലാണ്, അതെടുത്ത് ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടുക, അതിലങ്ങനെ യാത്ര ചെയ്യുക. അതാണ് അന്നത്തെ ഒരു യാത്രാ രീതി. ഞാൻ ഒരിടത്ത് മടങ്ങി വരുന്ന സമയത്ത്, സുബഹിയുടെ സമയത്ത് ഒരിടത്ത് സഹാബാക്കളെല്ലാം തമ്പടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും എല്ലാം ഒരിടത്ത് ടെൻഡ് ചെയ്തു. അവിടെ നിന്ന് അടുത്ത യാത്രയുടെ സമയമായി. ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് വാഹനത്തിൽ കയറാൻ നോക്കുമ്പോഴാണ് എൻ്റെ മാല കാണുന്നില്ല. ഞാൻ പിന്നെ ആ മാല അന്വേഷിച്ചിട്ട് നടന്നു. അങ്ങനെ ഞാൻ പോയിടത്തൊക്കെ പോയി ആ മാല ഞാൻ കണ്ടുപിടിച്ചു വരുമ്പോഴേക്ക് എല്ലാവരും യാത്രയായി പോയിരുന്നു. സഹാബാക്കൾ ആരും ആ സ്ഥലത്തില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയില്ല. ഞാൻ ആകെ അസ്വസ്ഥനായി. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പക്ഷേ അന്നേരം ഞാനൊരു തീരുമാനിച്ച കാര്യം, ഞാൻ ഇരുന്ന സ്ഥലം എവിടെയാണോ അവിടെ തന്നെ ഇരുന്നാൽ എന്നെ എപ്പോഴെങ്കിലും മിസ്സായി എന്ന് മനസ്സിലാകുമ്പോൾ തിരിച്ചു വരുന്നവർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയുടെ ഒരു പൊതുവായ രീതി എന്താന്ന് വെച്ചാൽ, ഒരു യാത്രാ സംഘം പോകുമ്പോൾ മുമ്പിൽ ഒരു 2-3 പേരെ അയക്കും, വഴിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ, അപകടകരമായ പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ. പിറകിൽ 1-2 ആൾക്കാരെ അയക്കും, നിർത്തിയിട്ടുണ്ടാവും. അവർ ബാക്കിൽ വരും. അവരുടെ ജോലി ഇവര് തമ്പടിച്ച സ്ഥലത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്തി അതുണ്ടെങ്കിൽ അതൊക്കെ ശേഖരിച്ചു വരിക എന്നുള്ളതാണ് ജോലി. അങ്ങനെ 1-2 പേര് പുറകിലും ബാക്കിലുമായിട്ടുണ്ടാവും, ഫ്രണ്ടിലുമായിട്ടുണ്ടാവും. അങ്ങനെ ഹസ്സാൻ ഇബ്നു സാബിത്ത് വന്നു. ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഒട്ടകത്തിനെ മുട്ടുകുത്തിച്ചു. ഞാൻ ആ ഒട്ടകത്തിന്റെ മേലെ കയറി. അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. വേറൊന്നും അദ്ദേഹത്തിന്റെ ഒരു വർത്തമാനം ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തോട് ഞാനും ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹം ആ ഒട്ടകത്തെ കൊണ്ടുവന്ന് താഴ്ത്തി, ഞാനതിൽ കയറി. അദ്ദേഹം ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച് നടന്നു. കുറേ ദൂരമെത്തിയപ്പോൾ നബിയും സഹാബത്തും നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങളെത്തി. എല്ലാവരും നോക്കുമ്പം കാണുന്നത് ഞാനും ഹസ്സാനും കൂടെ ഒരു വാഹനത്തിൽ വരുന്ന. പലരും പലതും പറഞ്ഞു എന്നെ സംബന്ധിച്ച്. ഞാൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം
മിസ്തഹിന്റെ ഉമ്മയുമായിട്ട് ഞാൻ ഒരു കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കാല് തട്ടി അവർ വീഴാൻ പോയി. അപ്പൊ പറഞ്ഞു മിസ്തഹിന്റെ നാശം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, മിസ്തഹിനെ കുറിച്ച് എന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഒരു മഹാനായ സഹാബിയാണല്ലോ അദ്ദേഹം. അപ്പൊ പറഞ്ഞു, മിസ്തഹ് പറഞ്ഞു നടക്കുന്നൊന്നും നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളെക്കുറിച്ച് പല അപവാദങ്ങളും നാട്ടിൽ പ്രചരിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. അപ്പൊ ചുരുക്കത്തില് ഇവിടെ നോക്കുമ്പോൾ രണ്ടാളും കൂടെ വാഹനത്തിൽ വന്നിറങ്ങുന്നു. പലതും പറഞ്ഞു പരത്തേണ്ടവർക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട്, പലതും പറഞ്ഞു പരത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ആയത്തിറക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ വിശുദ്ധി, എൻ്റെ നിരപരാധിത്വം ലോകത്ത് ഏതെങ്കിലും അന്വേഷണ സംഘം അന്വേഷണം നടത്തിയിട്ട് തെളിയിച്ചതല്ല. എൻ്റെ നിരപരാധിത്വം ആകാശത്ത് നിന്ന്, അർശിൽ നിന്നും വന്ന നിരപരാധിത്വമാണ് എൻ്റെത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ നിരപരാധിത്വത്തെ കുറിച്ച് സംസാരിച്ച എൻ്റെ റബ്ബാണ്. എന്ന് വെച്ചാൽ ഞാൻ ആ കാര്യത്തിൽ അത്രമേൽ ശുദ്ധയായിരുന്നു. എൻ്റെ മനസ്സിൽ പോലും തോന്നാത്ത ധാരണകളെ വെച്ചിട്ട് നാട്ടിൽ പലരും പറഞ്ഞു പരത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങളൊരു സമൂഹമാണെന്ന ബോധം നിങ്ങൾക്കില്ലാത്തത് എന്താണ്? നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ അപവാദം പ്രചരിപ്പിക്കുമ്പോൾ തിന്മകളെ നിങ്ങൾ ലഘൂകരിക്കുകയല്ലേ ചെയ്യുന്നത്? സമൂഹത്തിൽ തിന്മകൾ ലഘൂകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ദുർബല മനസ്സുകൾ അല്ലെങ്കിൽ ചില ദുഷ്ട മനസ്സുകളാണ് തിന്മകളെ സമൂഹത്തിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു. സത്യവിശ്വാസികളെ അവര് തെറ്റ് ചെയ്യുന്നവരാണ്, അവര് മോശക്കാരാണ് എന്ന് പറഞ്ഞു പരത്തി സമൂഹത്തിൽ അന്തസ്സായിട്ട്, മാന്യമായിട്ട്, മര്യാദയായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പരത്തിയിട്ട് ഇതൊക്കെ സാർവത്രികമായ തിന്മകളാണ്, ഇതാ ആ ഹാജിയാരും ചെയ്തു, മറ്റേ തങ്ങളും ചെയ്തു, പിന്നെ നമ്മൾ ചെയ്താൽ ഇപ്പൊ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് തിന്മകളെ ലഘൂകരിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണിത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു. ലൗലാ ഇദ് സമിഅതുമൂഹു ദന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറ. എന്തുകൊണ്ട് ഇത്തരം ഒരു അപവാദം സമൂഹത്തിൽ മാന്യനായ അന്തസ്സുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു പരത്തിയപ്പോ ഇതൊന്നും ഞങ്ങൾ പറയാൻ പാടില്ലാത്തതാണെന്ന് നിങ്ങൾ തീരുമാനിക്കായിരുന്നു? എന്തുകൊണ്ടാ? ഒരു സമൂഹത്തെ ബാധിക്കുന്ന വലിയ അപകടമാണ് ഇത്തരത്തിലുള്ള തിന്മകൾ പ്രചരിപ്പിക്കലെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാകുന്ന കാര്യമല്ലേ? ഇപ്പോ നാട്ടിൽ നടക്കുന്ന മുഴുവൻ വാർത്തകളും അന്നേരം തന്നെ ലൈവ് അല്ലെ, ലൈവിൽ വരും. പിന്നെ അവിടെ അങ്ങോട്ട് എത്തലായി ആൾക്കാർ കിട്ടാവുന്ന പരമാവധി കവർ ചെയ്യും വാർത്ത. എന്നിട്ട് എന്താ അതുകൊണ്ടുണ്ടായ ഗുണം? എന്താ ഗുണം ഉണ്ടായി? ഇന്ന് കൊലപാതകം എന്തായി? സാർവത്രികമായി. അവിടെ അങ്ങനെ നടന്നിട്ടുണ്ട്, ഇപ്പുറത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ട്, പിന്നെ ഞാനും കൂടെ ഒന്ന് ചെയ്താൽ തപ്പോൾ. തിന്മകളുടെ വാർത്തകൾ പറഞ്ഞതിന്റെ പേരിൽ, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നത് തിന്മകളുടെ ലഘൂകരണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ വ്യഭിചാര ആരോപണം നടത്തുക എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം ക്രിമിനൽ കേസാണ്. ഹദ്ദിന്റെ നിയമമുണ്ട്, 80 അടി അടിക്കണമെന്നാണ് വ്യഭിചാര ആരോപണം നടത്തി കഴിഞ്ഞാൽ. അത്ര ഗൗരവത്തിലായി ഈ വിഷയം പറയുന്നത്. അപ്പോ ചുരുക്കത്തില് ഒരു കാര്യം, അത് വ്യക്തിയെക്കുറിച്ചാണെങ്കിലും സമൂഹത്തെക്കുറിച്ചാണെങ്കിലും ഏതെങ്കിലും ഒരു നമുക്ക് വ്യക്തി ചിലരോട് ഇഷ്ടക്കേടുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാകാം നമ്മൾ തന്നെ. ആ പ്രശ്നങ്ങളുടെ പേരിലൊന്നും ഇല്ലാത്തത് പറയരുത്, ഉള്ളത് പോലും പറയരുത് എന്നാണ് സത്യത്തിൽ നമ്മളുടെ നാടിന്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഉള്ളത് പോലും പറയുന്നതിലൊരു ഗുണവും, അതിലൂടെ ആ തിന്മകള് വർദ്ധിച്ചു വരിക ചെയ്യും, വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും.
ഖംസത്തുൻ സാദിസു റജ്മൻ ബിൽ ഗൈബ്. ഒന്നും അറിയില്ല, ചുമ്മാ പറഞ്ഞ് തള്ളുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ തള്ളല് തന്നെ. അത്തരം കാര്യങ്ങൾ ശരിയായ ഒരു നിലപാട് അല്ല, നമ്മൾ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ഗൗരവത്തിൽ പറയട്ടെ, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. അഭിമാനത്തിന് ഇപ്പോ ആരെക്കെങ്കിലും കുറിച്ചൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആളോട് പറയാൻ എന്തൊരു ധൃതിയാ നമുക്ക്. ഒരു വാർത്ത കിട്ടിയ ഉടനെ തന്നെ അത് ഷെയർ ചെയ്യാൻ എന്തൊരു ധൃതി. എന്തിനാണ് സഹോദരങ്ങളെ ഈ ധൃതി കാണിക്കുന്നത്? എന്താണ് അതുകൊണ്ട് നമ്മൾ നേടുന്നത്? അന്യന്റെ അഭിമാനത്തിന് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ അഭിമാനമല്ല. അതുപോലെ തന്നെയല്ലേ എല്ലാവരുടെയും അഭിമാനം. ആ അഭിമാനത്തിനെ വ്രണപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ നമ്മളായിട്ട് എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? ന്യായമല്ലാത്ത കാര്യങ്ങൾ പറയരുത്. തിന്മകളാണെങ്കിൽ, തെറ്റുകളാണെങ്കിൽ, നടന്ന കാര്യങ്ങൾ പോലും പറയാതിരിക്കലാണ് ഒരു സാമൂഹിക ക്രമത്തിന് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള കാര്യമെന്ന് ഖുർആനും ഹദീസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അല്ലാഹു തആല നന്നായി മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. റജ്മൻ ബിൽ ഗൈബ്. ഇവിടെ മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യം കൂടെ, ഒരു സംഭവം നടക്കുമ്പോൾ അതിലെ ഗുണപാഠം പഠിക്കുക എന്നതാണ് പ്രധാനം. ആ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം എന്ത്, അതാണ് പ്രധാനം. ആ സംഭവത്തിന് ഇനി കുറച്ചുകൂടെ പൊലിമയും കൊഴുപ്പും കൂട്ടിയിട്ട് അതിന് നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ നൽകി പ്രചരിപ്പിക്കുന്നതിൽ ഒരു കഥയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം പറഞ്ഞിടത്ത് പുനർജീവിതത്തിന് അല്ലാഹു തആല മനുഷ്യരാശിക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു തെളിവാണ് ഇത് എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യമല്ല, ഒന്നിലേറെ പ്രാവശ്യം പറഞ്ഞു. ഇത്രയേറെ ദീർഘമായ കാലം ഒരു സംഘം ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങി, അഥവാ മരണം പോലെ അവർ കിടന്നു. അതിനുശേഷം വീണ്ടും അവർ ഒരു 2, 3, 4 തലമുറ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു സംശയവും വേണ്ട, പുനർ സൃഷ്ടി അല്ലെങ്കിൽ അല്ലാഹു തആല വീണ്ടും മനുഷ്യനെ പുനർജീവിപ്പിക്കും എന്നതിൻ്റെ തെളിവാണ്. ഈ സംഭവത്തിൽ നിന്നും നിങ്ങൾ പഠിക്കാനുള്ള കാര്യം ഇതാണ്. അതല്ലാതെ അതുമായി ബന്ധപ്പെട്ട തികച്ചും അപ്രസക്തമായ കാര്യങ്ങളുടെ പിറകെ പോയി വേണ്ടാത്ത പൊലിപ്പും തൊങ്ങലും വെച്ച് അതിനെ അവതരിപ്പിച്ച് നടക്കുകയല്ല വേണ്ടത്. റജ്മൻ ബിൽ ഗൈബ് ഒഴിവാക്കും, എന്നിട്ട് അതിലെ ഗുണപാഠം പഠിക്കും. വയഖൂലൂന സബഅത്തുൻ വസാമിനുഹും കൽബുഹും. അങ്ങനെയും അഭിപ്രായം 3 രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഹ്രസ്വമായിട്ട് തന്നെ പറഞ്ഞു. ഖുൽ റബ്ബി യഅലമു ബിഇദ്ദതിഹി. അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞേക്ക്. ഈ വിഷയം അല്ലാഹു തആല തീർത്ത് ഖണ്ഡിതമായി പറയുന്നില്ല. പറയേണ്ടുന്ന ഒരു കാര്യം അതിനകത്തില്ല. ഈ ഒരു സംഭവത്തിൽ പുനർജീവിതത്തെ സംബന്ധിച്ച് അതിനോടൊപ്പം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കും എന്നൊരു സമൂഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ അല്ലാഹു തആല അങ്ങനെ ജീവിക്കാനുള്ള വഴി തുറക്കും എന്നതിനുള്ള ഒരു സംഭവം. ഈ 2 സംഭവങ്ങളാണ് അതിനകത്തുള്ളത്. അതിനകത്തുള്ള അംഗങ്ങളുടെ എണ്ണമൊക്കെ അള്ളാഹുവിനറിയാം. അള്ളാഹുലേക്ക് അതിനെ നമ്മൾ വിട്ടിരിക്കുന്നു. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുലേക്ക് വിടുക എന്നുള്ളത് അല്ലാഹു അലം. സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരൊക്കെ ഒരു നിയമം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് അവസാനം പറയും അല്ലാഹു അലം, ഇതാണ് എൻ്റെ അറിവ്, അങ്ങനെയാണ് ഈ വിഷയത്തെക്കുറിച്ച്, ബാക്കി അല്ലാഹു അലം. ഇത് ഒരു വലിയ സൽഗുണമാണ്. അറിയാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അല്ലാഹു അലം, ഇതിൻ്റെ പൂർണ്ണമായ അറിവ് നമ്മുടെ കയ്യിലല്ല, അള്ളാന്റെ കയ്യിൽ മാത്രമാണ്. അല്ലാഹു അലം ബിഇദ്ദതിഹി മാ യഅലമുഹും ഇല്ലാ ഖലീൽ. എന്നിട്ട് അല്ലാഹു തആല അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. വലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. അവരോട് ഈ വിഷയത്തിൽ തർക്കിക്കാൻ പോകണ്ടെന്ന് പറയാനുള്ള കാരണം അവർക്കറിയില്ല. ഈ അറിയില്ലാത്തവരോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹുടെ ഒരു സംഭവമുണ്ട്, വളരെ രസകരമായൊരു സംഭവമാണ്. അദ്ദേഹം ഒരു ദിവസം ക്ലാസ്സിലേക്ക് വരികയാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. വലിയ സന്തോഷത്തോട് വരികയാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഇന്നെന്താണ് ഒരു പതിവില്ലാത്ത സന്തോഷം? അപ്പോൾ ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു ജാഹിലിനോട് സംവാദം നടത്തി ജയിച്ചിരിക്കുകയാണ്. വിവരമില്ലാത്ത ഒരാളോട്
സംവദിച്ച് ഞാനിന്ന് ജയിച്ചു. ആലിമീങ്ങളോട് സംവദിച്ച് ജയിക്കൽ എളുപ്പമാണ്. കാരണം അവർക്ക് പറയുന്നതിൻ്റെ പോയിന്റുകൾ മനസ്സിലാവും. ഇയാൾക്കെന്ത്, അയാളുടെ വായിൽ വരുന്നതെല്ലാം ന്യായമാണ്, അയാൾക്ക് തോന്നുന്നതെല്ലാം അയാളുടെ ന്യായമാണല്ലോ. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ചൊന്നും അറിയില്ല, അയാൾക്ക് എന്തും പറയാം. അതുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലാ പറയാണ്, ജീവിതത്തിൽ ആലിമീങ്ങളുമായി ഒരുപാട് സംവാദം നടത്തിയിട്ടുണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലാ. ഇസ്ഹാഖ് ബിൻ റാഹവയ്യെ പോലെ ആ കാലഘട്ടത്തിലെ വളരെ പ്രഗത്ഭരായ അനേകം പണ്ഡിതന്മാരുമായി വലിയ വലിയ സംവാദങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇമാം ഷാഫി പറയാണ്, ഇന്ന് ഞാനൊരു വിവരമില്ലാത്ത ആളോട് സംവദിച്ച് ജയിച്ച ദിവസമാണ്, അതിൻ്റെ ഒരു സന്തോഷമാണ് ഇത്. ചുരുക്കത്തിൽ അറിവില്ലാത്തവർക്ക് എന്തും പറയാം. ആ വർത്തമാനം പറയുന്നവരോട് നിങ്ങൾ തർക്കിക്കാൻ പോകണ്ട, വിട്ടേക്ക്. വലാത്തുമാരി ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇത് നമുക്ക് ഇത് അറിവെന്ന് പറയുന്നത് ദീനിയായ അറിവ് മാത്രമല്ലല്ലോ, എല്ലാം അറിവ് തന്നെയാണല്ലോ. അപ്പം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള അറിവ് ഉള്ള ഒരാൾ, അതിനെ സംബന്ധിച്ച് അറിയില്ലാത്ത ഒരാളോട് അതിനെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇയാൾക്ക് മനസ്സിലാവില്ല, ഇയാൾ ഇങ്ങനെ മേപ്പെട്ടു നിൽക്കും. ഇനി അതുപോലെ ഏത് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു സാധാരണക്കാരനോട് എന്താണ് ഇപ്പൊ സാധാരണ ഡോക്ടർമാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, പറഞ്ഞു തുടങ്ങുമ്പോഴേ മരുന്ന് എഴുതാൻ തുടങ്ങും, അല്ലേ? നമ്മളോടൊപ്പം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേ കാര്യമായ ചോദ്യമൊന്നുമില്ല, വർത്താനമൊന്നുമില്ല, അവരന്നേരം തന്നെ മരുന്ന് എഴുതിയിട്ട് ഇത് 3 എണ്ണം വീതം കഴിച്ചോളൂ 3 ദിവസത്തേക്ക് എന്ന് പറയും. ഇവർക്കിത് കേൾക്കുമ്പോഴും ഇത് ഡെയിലി ഇവരിതാണല്ലോ കേൾക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏകദേശമായ ലക്ഷണങ്ങൾ കൊണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയാം. അത് 3 ദിവസം കഴിച്ചു കഴിയുമ്പോൾ സംഗതി ശരിയാകുകയും ചെയ്യും. പക്ഷെ ആ മേഖലയിൽ അല്ലാത്ത ഒരാളോട് ഇതിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ട് അതിന്റെ തത്വവും ശാസ്ത്രവും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പൊ ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു പറയുന്നത്, നിങ്ങളൊരു വിഷയം ചർച്ചയ്ക്ക് നിൽക്കുകയാണെങ്കിൽ, ഒരു വിഷയം സംവദിക്കുന്ന എന്തിനാണ്? പഠിക്കാൻ വേണ്ടിയല്ലേ, അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് സംവദിക്കുന്നത്, അല്ലാതെ സമയം കളയാൻ വേണ്ടിയുള്ള. ഇപ്പൊ നമ്മുടെ സംവാദങ്ങളെല്ലാം ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്, സമയം കളയാൻ വേണ്ടിയുള്ള സംവാദങ്ങൾ, നേരം പോക്കും. അങ്ങനല്ല, നിങ്ങളൊരു വിഷയം സംവദിക്കുന്നത് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവ് നിങ്ങൾക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സംവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളെപ്പോലെ അറിവുള്ളവരോട് സംവദിക്കുക. അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു ഡോക്ടറും ഒരു സാധാരണക്കാരനും തമ്മിൽ ഡോക്ടറുടെ ഫീൽഡിനെ കുറിച്ച് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അയാൾ എന്തെങ്കിലുമൊക്കെ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. അല്ലാഹു തആല അത് വളരെ കൃത്യമായി ലളിതമായി മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. വലാ തസ്തഫ്തി ഫീഹി മിൻഹും അഹദ. അറിവില്ലാത്തവരോട് തർക്കിക്കേണ്ടെന്ന് മാത്രമല്ല, അറിവില്ലാത്തവരോട് നിങ്ങൾ ഒരു കാര്യത്തിലും വിധി ചോദിക്കാനും പോകണ്ട. അപ്പൊ സംവദിക്കാനും അറിവുള്ളവരോട് വേണം, വിധി ചോദിക്കുന്നതും അറിവുള്ളവരോട് വേണം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന അധിക പേർക്കും അതിനെക്കുറിച്ച് അറിവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയാം. ഇനി ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ് വദ്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റശദ. ഈ ആയത്ത് പറയുന്നത്, നിങ്ങളൊരു കാര്യം പിന്നീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പിന്നെ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻഷാ അല്ലാഹ് കൂടെ ചേർത്ത് പറയണം. ഈ പറയപ്പെട്ട ആയത്തിന്റെ അല്ലെങ്കിൽ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, 3 ചോദ്യം റസൂലിന്റെ അടുക്കൽ വന്നു, ഞാൻ നാളെ ഉത്തരം പറയാമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അതുകൊണ്ട് ജിബ്രീല് വന്നില്ല, പിറ്റേ ദിവസം 15 ദിവസം കഴിഞ്ഞിട്ടാണ് വഹീന്റെ സന്ദേശം വന്നത് എന്നുള്ള കാര്യം ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളോട് എല്ലാവരോടും കൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ. നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ഇൻഷാ അല്ലാഹും കൂടെ പറഞ്ഞു. ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്ന ആൾക്കാരെല്ലാം പല വാക്കുകളും വാഗ്ദാനങ്ങളും ചെയ്തിട്ടാ പോയത്. നാളെ അത് ചെയ്യാന്ന് പറഞ്ഞ മനുഷ്യനാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്ന മനുഷ്യനാണ്. ഈ മസ്ജിദിന്റെ തന്നെ നിർമ്മാണം നടത്തി വലിയൊരു തുക കൊടുത്ത് ഈ മസ്ജിദ് നിർമ്മിച്ച ഇബ്രാഹിം ഹാജി അവർകള്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു അവസ്ഥ കൃത്യമായി ഇതാണ്. അദ്ദേഹം
രോഗിയാകുന്നതിൻ്റെ പിറ്റേ ദിവസം നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിന്ന ആളാണ്. ആ വരവിൽ ഈ പള്ളിയുടെ ഉദ്ഘാടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആ വരവിൽ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. അതുപോലെ മഞ്ചേരിയിൽ അദ്ദേഹം നടത്തുന്ന 45 വർഷമായിട്ട് നടത്തുന്ന ഒരു അറബി കോളേജിൽ ഒരു പുതിയ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങാനും ഒന്നിൻ്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനും അടുത്തതിൻ്റെ പണി തുടങ്ങാനും തീരുമാനിച്ച് വരാൻ ഇരുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം രോഗിയാണ്. ലോകത്ത് നിന്നും വിട പറഞ്ഞു പോകുന്ന എല്ലാ മനുഷ്യരും പല തീരുമാനങ്ങളുമായിട്ടാണ് പോകുന്നത്. പല വാക്കുകളും പലർക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാണിത് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. 2 സന്ദേശങ്ങൾ ഈ വാക്ക് നമുക്ക് തരുന്നുണ്ട്. ഒന്ന്, നാളെ ചെയ്യാമെന്ന് പറയുമ്പോൾ നാളെ നീ ഉണ്ടോ എന്നൊരു ആലോചന ഉണ്ടാണ്. ഏത് സമയത്ത് മനുഷ്യന്റെ മരണത്തിന്, ജീവൻ വേർപെട്ടു പോകുന്നതിന് സമയമില്ലല്ലോ. അത് ആണെന്നോ പെണ്ണെന്നോ ചെറുതെന്നോ വലുതെന്നോ രോഗിയെന്നോ ആരോഗ്യവാനെന്നോ വ്യത്യാസമില്ലല്ലോ. കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്രയോ ആരോഗ്യവാന്മാർ നിന്ന് നിപ്പിൽ മരിച്ചു വീഴുന്നു. എത്രയോ രോഗികൾ വർഷങ്ങളായിട്ട് കിടക്കുന്നു. അപ്പൊ രോഗിയാകുക എന്നത് മരണത്തിന്റെ കാരണമല്ല. ആരോഗ്യം ഉണ്ടാവുക മരിക്കാതിരിക്കാനുള്ള കാര്യവുമല്ല. ഇതെല്ലാം മരണം. അതിന് സ്ഥലകാല വ്യത്യാസമില്ല, ഒന്നും വ്യത്യാസമില്ല. അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ നാളെ നീ ഉണ്ടോ എന്ന ഒരു ആലോചന നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ്. ആ ഒരു സന്ദേശം ഇത് തരുന്നത്. മറ്റൊരു കാര്യം, നാളെ ഞാൻ ജീവിച്ചിരുന്നു എന്നിരിക്കട്ടെ, അത് ചെയ്യാൻ എന്തെങ്കിലും ഒരു തടസ്സം വന്നാലോ? തടസ്സം അപ്രതീക്ഷിതമായിട്ട് ഏത് തടസ്സവും നമുക്കുണ്ടാകും. നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിടത്ത് എത്താൻ കഴിഞ്ഞില്ല, വഴിയിൽ ട്രാഫിക്കിൽ പെട്ടുപോയി, സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അപ്പൊ നാളെ നമ്മളുണ്ടോന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ കാര്യം നമുക്ക് നിർവഹിക്കാൻ കഴിയുമെന്നറിയില്ല. മനുഷ്യൻ ആ നിലയിലെല്ലാം ദുർബലനാണ്. ഒരു കാര്യവും അവന്റെ തീരുമാനമനുസരിച്ച് നടക്കുന്നേയില്ല. എന്റെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ നടന്നെങ്കിൽ ഞാൻ ഇന്ന് ആരാ? അല്ലെ, ശരിയല്ലേ? ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും തീരുമാനം അനുസരിച്ചാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഈ ഇരിക്കുന്നവരൊന്നും ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകില്ല, വേറെ എവിടെയോ എത്തേണ്ട ആൾക്കാരാണ്. അതിനേക്കാൾ വലിയ സ്വപ്നങ്ങളാണ് മനുഷ്യൻ. പക്ഷെ ആ സ്വപ്നങ്ങൾ സ്വപ്നമായിട്ട് തന്നെ പോകും. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഒരു വഴിക്ക് അങ്ങനെ നടക്കും. അതാണ് എല്ലാ സാധാരണക്കാരനും വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. നമ്മളുടെ കയ്യിലല്ല നമ്മുടെ കാര്യം. എപ്പോഴാണ് എന്താണ് മാറ്റങ്ങൾ വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നാളെയെക്കുറിച്ച് ഇത്രമാത്രം മതി ഉറപ്പ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് അനുവദിച്ചാൽ, അള്ളാഹു തീരുമാനിച്ചാൽ, ഞാൻ ജീവിച്ചിരിക്കുകയും അത് ചെയ്യാൻ എനിക്ക് സാധിക്കുകയും ചെയ്താൽ ആ കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ആ കാര്യം പറയാം എന്ന് മതി. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹ് തീരുമാനിച്ചാലല്ലാതെ ഒരു കാര്യവും നമുക്ക് സാധ്യമേ അല്ല. വദ്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖ്റബ മിൻ ഹാദാ റശദ. ഇത് ഒരു ബറക്കത്താണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹുവിൻ്റെ പേര് എല്ലാത്തിൻ്റെയും ഒപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആഹാരം കഴിക്കാൻ പോകുന്നു, ബിസ്മില്ലാ. ആഹാരം കഴിച്ചു, അൽഹംദുലില്ലാ. ഉറങ്ങാൻ പോകുന്നു, അല്ലാഹുമ്മ ബിസ്മിക മൂത്തു വഅഹ്യ. ഉറങ്ങി എണീക്കുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി. പള്ളിയിലേക്ക് കയറുന്നു, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പള്ളിയിൽ നിന്നിറങ്ങുന്നു, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ ഫദ്ലിക്. വീട്ടിൽ നിന്നിറങ്ങുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും വിസർജന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഇങ്ങനെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ നാമം നമ്മളുടെ ഓരോ കർമ്മങ്ങളുടെയും കൂടെ ഉണ്ടെങ്കിൽ
സഹാബാക്കളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ പറയും. എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കും സമതലങ്ങളിലൂടെ എത്തുമ്പോൾ ഇറങ്ങുമ്പോൾ ഈ സമയങ്ങളിലെല്ലാം ദിക്ർ പറഞ്ഞാണ് അവർ പോകുന്നത്. അപ്പൊ യാത്രകളിൽ ഒരു യാത്രയ്ക്ക് കയറുകയാണെങ്കിൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അപ്പൊ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അള്ളാനെ ഓർക്കാനുള്ള വാക്കുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിന്റെ ഐശ്വര്യമാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നീ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കയറ്, അത് നിന്റെ വീടിന് ബറക്കത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിന്റെ പേര് നമ്മുടെ കൂടെ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നാൽ ഓരോരോ കർമ്മങ്ങളിലും അത് നമുക്കൊരു ബറക്കത്താണ്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ ഇൻഷാ അള്ളാഹുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുമാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടതെന്നാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇൻഷാ അള്ളാഹ് പറയുന്നതിന്റെ അർത്ഥം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അതിനകത്തുണ്ട്. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. വിശുദ്ധ ഖുർആൻ കൂടുതലായി ചെയ്യണം, ഓർക്കണം എന്ന് പറയണമെന്ന് പറഞ്ഞത് അള്ളാഹിനെ കുറിച്ചാണ്. വേറെ ഒന്നിനെ കുറിച്ചും ദിക്റൻ കസീറ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൂടുതലായി ഓർക്കേണ്ടതും പറയേണ്ടതും അള്ളാഹുവിനെ കുറിച്ചാണ്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് മരണത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് മരണത്തെക്കുറിച്ചെന്നാണ്. അള്ളാഹു തആല പറയുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് അള്ളാഹിനെ കുറിച്ചെന്നാണ്. ഈ രണ്ട് ഓർമ്മകൾ മനുഷ്യനെ ഒരു നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, മൻ കാന യുഅ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. അള്ളാഹിനെ അന്ത്യദിനത്തിനെയും വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ, അന്ത്യദിനത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ അയൽവാസിയോട് മര്യാദയ്ക്ക് പെരുമാറ്, അതിഥികളോട് മര്യാദയ്ക്ക് പെരുമാറ്, സമൂഹത്തോട് നല്ല നിലയ്ക്ക് പെരുമാറ്. ഇങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പര ബന്ധത്തെ ഉണർത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ ഓർമ്മയുണ്ടെങ്കിൽ അത് ചെയ്യും. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ, അന്ത്യദിനത്തെക്കുറിച്ച് ഓർമ്മ എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്, അതുണ്ടെങ്കിൽ അത് ചെയ്യും. ചുരുക്കത്തിൽ ഈ രണ്ട് ഓർമ്മകൾ, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കേൾക്കലും പറയലും എല്ലാം ജീവിതത്തെ നേർവഴിക്ക് നടത്താനുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ നടക്കും എന്ന് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും അള്ളാഹുവിൻ്റെ ദിക്ർ മുറിയാതെ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. അതിനു വേണ്ടിയുള്ള പ്രത്യേകമായ ഇബാദത്താണ് നമസ്കാരം. അള്ളാഹുവിൻ്റെ ദിക്ർ, അഖിമിസ് സ്വലാത്ത ലിദിക്രി, എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക. അപ്പം നമസ്കാരം അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടിയുള്ളൊരു കാര്യമാണ്. എന്നാൽ ജീവിതം ഉടനീളം ദിക്റിലൂടെ ആകാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേയേറെ നല്ല വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതും നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ ഒരു ബറക്കത്താണ്. ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അതൊരു ബറക്കത്താണ്. ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അതൊരു ബറക്കത്താണ്. അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഐശ്വര്യമാണ്. ഇങ്ങനെ എല്ലാ സമയത്തും ഈ ഒരു ഓർമ്മ, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഐശ്വര്യവും ബറക്കത്തുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള ഓർമ്മ യഥാവിധി നിലനിർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.